Good afternoon, everyone. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ട്രിവാൻഡ്രം എഡിഷനിലെ പ്രധാനപ്പെട്ട ന്യൂസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ന്യൂസ് ഈസ് നമ്മളിത് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായതാണ്. ബിൽഡിംഗ് വാട്ടർ സെക്യൂരിറ്റി ഇൻ റാപ്പിഡ്ലി ഡ്രൈയിങ് ഇന്ത്യ. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ന്യൂസിൻ്റെ സമ്മറി എന്ന് പറയുന്നത്, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട് എന്നുണ്ടെങ്കിലും we don't have that much rainfall because of so many reasons like El Nino. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു 40% റെയിൻഫോൾ ഡെഫിസിറ്റ് ആണ് ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് വാട്ടർ സ്കാർസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വെള്ളം പല ടാങ്കറിലായിട്ടാണ് ഡൽഹിയിൽ മുതലായിട്ടുള്ള സിറ്റീസിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അഥവാ ഈ മഴ കുറഞ്ഞിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ പോളിസി മെഷേഴ്സും എന്തൊക്കെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യണം, ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് ഈ ന്യൂസ് പറയുന്നത്. നമുക്ക് ന്യൂസിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെവറൽ ഇന്ത്യൻ സിറ്റീസ് ഫേസിങ് സിവിയർ വാട്ടർ സ്ട്രെസ് അമിഡ് ബിലോ നോർമൽ മൺസൂൺ റെയിൻഫോൾ. ഇത് ഹൈലൈറ്റിംഗ് ദ അർജന്റ് നീഡ് ഫോർ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ്. അതായത് പല ഇന്ത്യൻ സിറ്റീസിലും ഇതുപോലെ വാട്ടർ സ്കാർസിറ്റി നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് നമുക്ക് വേണം. ജൂൺ മാസത്തിൽ 40%ഓളം റെയിൻഫോൾ നമുക്ക് ഓൾറെഡി ഡെഫിസിറ്റ് ആണ്. ദെൻ കുറച്ച് ഡാറ്റാസ് ആട്ടോ നോക്കുന്ന ആർട്ടിക്കിളിൽ 11 ഔട്ട് ഓഫ് 15 മേജർ റിവർ ബേസിൻസ് ആർ വാട്ടർ സ്ട്രെസ്ഡ്. ഒരു 15 പ്രധാനപ്പെട്ട 11 റിവർ ബേസിൻസിലും എന്താ വാട്ടർ സ്ട്രെസ്ഡ് ആണ് സിറ്റുവേഷൻ. Then annual water availability is below 1700 meter cube per person. അതായത് നമുക്കൊരു വാട്ടർ സ്ട്രെസ് ത്രഷോൾഡ് ഉണ്ട്. വാട്ടർ സ്ട്രെസ് ത്രഷോൾഡ് ഉണ്ട്. അപ്പോൾ അപ്പോൾ അതിന് താഴെ തന്നെ എന്തുണ്ട്, ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്, സംസ്ഥാനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ദെൻ കൃഷ്ണ, കാവേരി, മാഹി, താപ്പി റിവർ ബേസിൻസ് എല്ലാം 1000 മീറ്റർ പെർ പേഴ്സൺ എന്ന് പറയുന്ന, അതായത് വാട്ടർ സ്കാർസിറ്റി ത്രഷോൾഡ് ഉണ്ട്, അതിന് താഴെയുമാണ്. കുറച്ച് ഡാറ്റ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി എത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 75% ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ ലീവ്സ് ഇൻ വാട്ടർ ഇൻസെക്യൂർ കൺട്രീസ്. ഓക്കെ, 75% ഓഫ് പോപ്പുലേഷൻ ആലോചിച്ച് നോക്കി. അതായത് 3/4 ഓഫ് പോപ്പുലേഷനും വാട്ടർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ള ചലഞ്ചസ് നോക്കാം. സ്പെസിഫിക്കലി ഇന്ത്യക്ക് എന്താ ചലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. നമുക്ക് വാട്ടർ റിസോഴ്സസ് ഇപ്പോൾ പുഴകളാണെന്നുണ്ടെങ്കിലും ലേക്സ് ആണെന്നുണ്ടെങ്കിലും റിവേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെ അൺഇവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണം. ചില സ്ഥലത്ത് റിവേഴ്സും അല്ലെങ്കിൽ ലേക്സ് ഒന്നും ഇല്ല, എന്നാൽ ചില സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ റിവേഴ്സും ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് മേക്ക് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഇൻ ഇന്ത്യ ഇൻ വാട്ടർ മാനേജ്മെന്റ്. ഓക്കെ, ദെൻ ഇന്ത്യ ഹാസ് ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഹാസ് ഓൺലി 4% ഓഫ് ഫ്രഷ് വാട്ടർ റിസോഴ്സസ്. എന്നാൽ ഇന്ത്യയിൽ 18% ലോകത്തിന്റെ 18% പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. അറിയിച്ചു നോക്കും, അതായത് ലോകത്തിൽ 18% പോപ്പുലേഷൻ ഇന്ത്യയിലാണ്, എന്നാൽ ലോകത്തിന്റെ 4% ഫ്രഷ് വാട്ടർ റിസോഴ്സ് ഇന്ത്യയിലുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ഇമ്മെൻസ് പ്രഷർ ഉണ്ട്. ദെൻ പുവർ മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ. നിങ്ങൾക്ക് പല വാട്ടർ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഓക്കെ എല്ലാം മോശമായിട്ടാണ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വാട്ടർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇന്ത്യ. ദെൻ ഇൻഅഡക്വേറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അതായത് നമുക്ക് വേസ്റ്റ് വാട്ടർ ഉണ്ടാവും, ഇപ്പോൾ ഡ്രെയിനേജ് വാട്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ ഉള്ള വാട്ടേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ആ റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ സ്പെസിഫിക്കലി ദീസ് ചലഞ്ചസ് ആർ എക്സിസ്റ്റിംഗ്. ദെൻ മേജർ ചലഞ്ച് എന്താ, വാട്ടർ പൊല്യൂഷനും ഓവർ എക്സ്പ്ലോയിറ്റേഷനും കൂടി ഉണ്ട്. അതായത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1/4 ഓഫ് വേൾഡിലെ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്ത് ഇന്ത്യ. അപ്പോൾ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ നല്ല രീതിയിൽ ഇന്ത്യ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാം, ഗംഗ, യമുന റിവേഴ്സ് എല്ലാം പൊല്യൂട്ടഡ് ആണ്. ദെൻ ഗവൺമെന്റ് കുറച്ച് ഇനീഷ്യേറ്റീവ്സ് തടയാൻ വേണ്ടി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്, ലൈക്ക് ജൽ ജീവൻ മിഷൻ. വാട്ടർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനായിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമതാണ് ജൽ ജീവൻ മിഷൻ. ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ടാപ്പ് വാട്ടർ കണക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ വീടുകളിലും
ടാപ്പ് വാട്ടർ കണക്ഷൻ ഉറപ്പുവരുത്താനും. അടുത്തത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി യോജന, അതായത് ഇറിഗേഷൻ. നമ്മൾ ഇറിഗേഷനിൽ ജലസേചനത്തിൽ ഒരുപാട് വെള്ളം വെറുതെ വേസ്റ്റ് ആകാറുണ്ട്. എന്നാൽ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇറിഗേഷൻ, അതായത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ കുറേ വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്ന പകരം ഇപ്പോൾ സ്പ്രിംഗ്ലിംഗ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അനാവശ്യമായിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നത് തടയാൻ പറ്റും. അപ്പം അതിനു വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചയി യോജന. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു തീം. ദെൻ അർബൻ ചലഞ്ച് ഫണ്ട് ഉണ്ട്, അർബൻ ചലഞ്ച് ഫണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനെ ഫണ്ട് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രശ്നങ്ങൾ മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അർബൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഫണ്ട് ചെയ്യുന്നതാണ് അർബൻ ചലഞ്ച് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഇനി ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ക്ലൈമറ്റ് പ്രൂഫ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാട്ടർ കൺസർവ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാം. അത് അർബൻ ഏരിയയിലാണെങ്കിലും റൂറൽ ഏരിയയിലാണെങ്കിലും. അപ്പോൾ അർബൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അർബൻ ചലഞ്ച് ഫണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈസ് റീയൂസ് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഫോർ, അതായത് നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ഉണ്ടാവില്ല അത് ട്രീറ്റ് ചെയ്യാം, റീയൂസ് ചെയ്യാനുള്ള രീതിയിൽ അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ട് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ലാൻഡ്സ്കേപ്പിംഗ്, കാർ വാഷിംഗ്, ഇൻഡസ്ട്രിയൽ കൂളിംഗ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വേസ്റ്റ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ 1 lakh അഡീഷണൽ ജോബ് ബൈ 2047 ഇത് ഉറപ്പുവരുത്തും. അതായത് ഒന്നുമില്ല, ഇതുപോലെ വാട്ടർ ഒക്കെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരാണെങ്കിൽ അത് ആക്ച്വലി ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഏകദേശം 1 lakh അഡീഷണൽ ജോബ് 2047 ആകുമ്പോഴത്തേനും ക്രിയേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്പാൻഡ് മൈക്രോ ഇറിഗേഷൻ. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇറിഗേഷൻ ആണെങ്കിൽ ഒരുപാട് വാട്ടർ ലോസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ നാട്ടിൻപുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഇപ്പോൾ മോട്ടർ തുറന്നു വിടും, പിന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എന്നാൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ ഷിഫ്റ്റ് ടു ലോ വാട്ടർ ഹൈ വാല്യൂ ക്രോപ്സ്. ദെൻ അടുത്തത് ഇംപ്രൂവ് വാട്ടർ ഡാറ്റ ആൻഡ് ഗവേണൻസ്. അതായത് എത്രത്തോളം വെള്ളം നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷനിൽ എത്രത്തോളം വെള്ളം ലോസ് വരുന്നത്, ഇതുപോലെയുള്ള ഡാറ്റ നമുക്ക് ആക്ച്വലി ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം വെള്ളം നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്രത്തോളം അങ്ങനെ ലോസ് ചെയ്ത് പോകുന്നു, ഇതിനെക്കുറിച്ച് ഒരു ഡാറ്റ നമുക്ക് ആക്ച്വലി വേണം. എങ്ങനെ നമുക്ക് വാട്ടർ കൺസർവേഷനുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡാറ്റ വേണം. ഡാറ്റ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതലായിട്ടുള്ള ടെക്നോളജീസ് ഇതിനകത്ത് യൂസ് ചെയ്യുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പോളിസി പ്ലാനിങ്ങും എല്ലാം ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്ന ഒരു റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഇതിനകത്ത് നെക്സ്റ്റ് ന്യൂസ് പറയാനായിട്ട് മുന്നേ വാട്ടർ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സിറ്റുവേഷൻ വേർ വാട്ടർ ഡിമാൻഡ് പെർസിസ്റ്റന്റ്ലി എക്സീഡ്സ് സസ്റ്റൈനബിൾ സപ്ലൈ. ഒന്നുമില്ല, സപ്ലൈനെക്കാട്ട് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, വാട്ടറിൻ്റെ സപ്ലൈനെക്കാട്ട് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. അതിനെ പറയുന്ന സിറ്റുവേഷനാണ് വാട്ടർ ബാങ്ക്രപ്സി. ഓക്കെ, അടുത്ത ന്യൂസ്, അതായത് സുപ്രീം കോടതി ഒരു വേർഡിക്റ്റ് കൊണ്ടുവന്നേക്കാണ്. അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും ഈയിടെ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തേക്കുന്ന ഒരു ലോ സൈറ്റേഷൻ യൂസ് ചെയ്തെന്ന് പറയുന്നു. അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലും ഇവരൊക്കെ എന്താണെന്ന് നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതാണ്. അവരൊരു ഇൻസോൾവൻസി കേസ് യൂസ് ചെയ്യാനായിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ ഇവരുടെ ഒരു ഓർഡർ, ഓക്കെ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഒക്കെ ഒരു ഓർഡർ സുപ്രീം കോടതി മാറ്റി വെച്ചു. അത് വേണ്ടെന്ന് പറഞ്ഞു, അതാണ് ഡിസ്റിഗാർഡ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്ന് അറിയും. ദ സുപ്രീം കോർട്ട് കമ്പയർഡ് AI ഹാലൂസിനേഷൻ. AI ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AI വെച്ചിട്ട് ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നു, എന്നാൽ അത് ശരിയായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നിക്കുന്നു. ഓക്കെ, ഫേക്ക് ആയിട്ടുള്ള ഓഡിയോസ്, ഇമേജസ്, ടെക്സ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ശരിയായിട്ടുള്ളതെന്ന് തോന്നിപ്പിക്കുന്നില്ല. അതിനാണ് AI ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള AI ഹാലൂസിനേഷൻസ്
സുപ്രീം കോടതി യൂസ് ചെയ്യുന്നത് AI ഹാലുസിനേഷൻ യൂസ് ചെയ്യുന്ന സുപ്രീം കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായിരുന്നില്ലേ 1984, അതിന് കാരണക്കായ പൊല്യൂട്ടൻ്റ് ഏതായിരുന്നു? മീഥൈൽ ഐസോസൈനേറ്റ് ആയിരുന്നു. അപ്പോൾ AI ഹാലുസിനേഷന് മീഥൈൽ ഐസോസൈനേറ്റിനായിട്ട് കമ്പയർ ചെയ്തു. അത്രത്തോളം ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ, ആക്ച്വലി നമ്മുടെ AI ഒരുപാട് ബയാസ്നെസ് വരാം. അപ്പം AI ഒക്കെ ജുഡീഷ്യറി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ച്വലി തെറ്റുണ്ടായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞു, ദ കോർട്ട് ഹെൽഡ് ദാറ്റ് AI can assist judicial work. ജുഡീഷ്യൽ വർക്കിനെ അസിസ്റ്റ് ചെയ്യാൻ AI യൂസ് ചെയ്തോ, ബട്ട് cannot replace human reasoning, judicial discretion and accountability. Okay, then ആരാണോ ഈ AI യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജുഡീഷ്യലിൽ ഉപയോഗിക്കുന്നത്, they are guilty for professional misconduct and serious breach of judicial duty. അതായത് ഈ അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, AI ഉപയോഗിച്ചുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ആക്കുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അവരുടെ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആണെന്ന് അവർ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു. ദെൻ ആക്ച്വലി വി ഹാവ് എ റൂൾ, ഒരു റെഗുലേഷൻ ഉണ്ട്, യൂസ് ഓഫ് AI ഇൻ കോർട്സ് 2026. യൂസ് ഓഫ് AI ഇൻ കോർട്സ്, അതായത് കോടതിയിലൊക്കെ നമ്മൾ AI യൂസ് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്, അല്ലെങ്കിൽ റെഗുലേഷൻ ഉണ്ട്. അതിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, AI ചില മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എവിടെയൊക്കെ? ഒരു കേസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുമ്പോൾ, അവാർഡിങ് സെന്റൻസ് നമ്മൾ വിധിയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും, അതുപോലെ തന്നെ ഡിസൈഡിങ് ബെയിൽ എലിജിബിലിറ്റി, നമ്മൾ ജാമ്യം കൊടുക്കണ്ടതെന്നൊന്നും AI അല്ല തീരുമാനിക്കേണ്ടത് അവിടെ ഇത്തരം മേഖലയിൽ. അതുപോലെ തന്നെ അസസിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് പാർട്ടീസ് ആൻഡ് വിറ്റ്നസിനൊക്കെ അസസ് ചെയ്യുമ്പോൾ, അവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ അസസ് ചെയ്യുമ്പോൾ AI യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അത് മനുഷ്യന്മാർ തന്നെ എന്ത് ചെയ്യണം, അവരുടെ ലോയും മനുഷ്യന്മാർക്ക് ലോ ഒക്കെ എന്ത് ചെയ്താൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് AI യൂസ് ചെയ്യാൻ നിൽക്കരുത് ഇതിലൊക്കെ. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് കേസസ്, അവാർഡിംഗ് സെന്റൻസസ്, ഡിസൈഡിങ് ബെയിൽ എലിജിബിലിറ്റി, പിന്നെ വിറ്റ്നസസിന്റെ ഒക്കെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്തുമ്പോഴും AI കാര്യങ്ങൾ യൂസ് ചെയ്യരുത്. ദെൻ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ലീഗൽ റിസർച്ചിനും കേസ് മാനേജ്മെന്റിനും അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്തോ. എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ചെയ്യണം. ഓക്കെ, അല്ലാതെ ഈ കോടതി മീൻസ് ജുഡീഷ്യൽ മാറ്റേഴ്സിൽ ഹ്യൂമൻ ബീയിങ് ചെയ്യേണ്ട കാര്യം ഹ്യൂമൻ ബീയിങ് തന്നെ ചെയ്യണം. ഓക്കെ, ദെൻ സുപ്രീം കോടതി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് പറഞ്ഞു, ഒരു ഡെഡിക്കേറ്റഡ് ഉള്ള കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുക. അതായത് അഡ്വക്കേറ്റ്സ് AI യൂസ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുക, ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് അന്വേഷണം. ഇതിനകത്ത് AI ഹാലുസിനേഷൻ എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. AI ഹാലുസിനേഷൻ refers to the generation of false, fabricated or non-existent information by an AI system while presenting it as a fact. അത് സത്യമായിട്ട് തോന്നുന്നു നമുക്ക്, എന്നുള്ളത് എന്തായിരിക്കും, നുണയായിരിക്കും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ഓവർസൈറ്റ്, അതായത് ഇത്തരം ജുഡീഷ്യറിയിൽ ഹ്യൂമൻ ഓവർസൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് വുഡ് എൻഷുവർ അക്യുറസി, protect due process, then maintain judicial accountability and preserve public trust in the judicial system. അപ്പോൾ AI ഒക്കെ യൂസ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് വന്നു അതിൽ എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ഒരു ട്രസ്റ്റ് ആൾക്കാരുടെ പോകും. അപ്പോൾ ആ ട്രസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടി AI യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര ലിമിറ്റേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്, ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പ്രപ്പോസ്ഡ് എ കസ്റ്റമൈസ്ഡ് sui generis governance model for the Union Territory of Ladakh under Article 371. അതായത് കഥ ഞാൻ പറയാം. 2019 എന്തുണ്ടായി, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഡിവൈഡ് ചെയ്തിട്ട് 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയിരുന്നായിരുന്നു. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറിയും. അപ്പോൾ അന്ന് മുതലേ പ്രശ്നങ്ങളുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് എഗെയിൻ ഈ സ്റ്റേറ്റ് ഹുഡ് വേണം, സംസ്ഥാനത്തിൻ്റെ ഈ സ്റ്റാറ്റസ് വേണം. അതുപോലെ തന്നെ ലഡാക്കിനെ ഷെഡ്യൂൾ 6 കീഴിൽ വരുത്തണം എന്നും ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അന്ന് തൊട്ടേ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഷെഡ്യൂൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ഏരിയാസ് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഷെഡ്യൂളാണ്. ഓക്കെ, ആ ഷെഡ്യൂളിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ 4 സംസ്ഥാനങ്ങളേ ഉള്ളൂ, അസം, മേഘാലയ, മിസോറാം, ത്രിപുര. ഓക്കെ, ഈ ഒരു കാറ്റഗറിയിൽ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തുന്ന ഒരു ഡിമാൻഡ് പണ്ട് മുതലേ ഉണ്ട്, സ്റ്റേറ്റ് ഹുഡും തരണം എന്നുള്ള ഡിമാൻഡ്. അപ്പോൾ ഇപ്പം നിലവിലൊരു ചെറിയൊരു രീതിയിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറഞ്ഞു സ്റ്റേറ്റ് ഹുഡ് എന്ന് പറയുന്നത് ഇപ്പം തരാൻ പറ്റത്തില്ല,
കുറച്ച് കഴിഞ്ഞിട്ട് തരാനുള്ളത്. അത് ടൈം ടേക്കിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തൽക്കാലം ആർട്ടിക്കിൾ 371 കീഴിൽ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് തരാം. ഓക്കെ, മാത്രമല്ല ഈ ആർട്ടിക്കിൾ 371 കീഴിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളും ഓൾറെഡി ഭരിക്കുന്നുണ്ട്. പക്ഷേ ലഡാക്കിന് മാത്രം പ്രത്യേക രീതിയിലായിരിക്കും ആർട്ടിക്കിൾ 371 ഉപയോഗിക്കുന്നുണ്ടാവുക. അത് ലഡാക്കിലെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് എങ്ങനെയാണോ ഒരു യുണീക്ക് ആയിട്ടുള്ള, അതിനെയാണ് ഈ സ്യൂ ജനറീസ് എന്ന് പറയുന്നത്. ഈ ഒരു യുണീക്ക് ആയിട്ട് ഒരു ഗവേണൻസ് മോഡലായിരിക്കും ആർട്ടിക്കിൾ 371 കീഴിൽ ലഡാക്കിൽ വരാൻ പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ ആർട്ടിക്കിൾ 371 കീഴിൽ വന്നാലും അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ആർട്ടിക്കിൾ 371? ഓക്കെ, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ആർട്ടിക്കിൾ 371 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഫോർ സർട്ടൈൻ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ദർ യുണീക്ക് ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്. ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു യുടിയുടെയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ഥലത്തിൻ്റെ ആ അവരുടെ ഹിസ്റ്ററി, യുണീക്ക് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടാവും, അവർക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു കൾച്ചർ ആ ഭാഗത്തുണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ഒരു ഭാഗത്ത് പ്രത്യേക രീതിയിലാണെന്ന് വിചാരിക്കാം. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഗവേണൻസ് ആ ഒരു സ്ഥലത്ത്, ആ ഒരു റീജിയനിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 371 ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 371 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും ചില സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾക്ക്. അതായത് അവിടുത്തെ കൾച്ചറും അവിടുത്തെ സോഷ്യൽ ഹിസ്റ്ററിയും എല്ലാം യുണീക്ക് ആയിരിക്കും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് റീജിയൻസ് ഭരിക്കുന്ന പോലെ ആയിരിക്കരുത് ഈ റീജിയൻ ഭരിക്കേണ്ടത്. അതിനുവേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് ആർട്ടിക്കിൾ 371. ഓക്കെ, ദിസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഓഫ് കസ്റ്റമറി ലോസ്, ട്രൈബൽ ഇൻട്രസ്റ്റ്, റീജിയണൽ ഡെവലപ്മെന്റ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി. ഓക്കെ, ദെൻ എന്താണ് ഈ 6th ഷെഡ്യൂൾ കൂടി എന്ന് പറയാം. അതായത് ട്രൈബൽ ഏരിയാസ് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6th ഷെഡ്യൂൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ 6th ഷെഡ്യൂളിൻ്റെ കീഴിൽ 4 സംസ്ഥാനങ്ങളുണ്ട്: അസം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഈ സംസ്ഥാനങ്ങളെ ട്രൈബൽ ഏരിയാസ് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനങ്ങളെ ഷെഡ്യൂൾ 6 കീഴിൽ ഇട്ടേക്കുന്നത്. ദെൻ ഷെഡ്യൂൾ 6 കീഴിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് പ്രൊവൈഡ് എൻ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഫോർ ദ ട്രൈബൽ ഏരിയാസ്. അവിടെ അവർക്ക് കുറച്ചും കൂടി ഒരു ഓട്ടോണമി ആക്ച്വലി കിട്ടും. അവരുടെ കാര്യങ്ങളെല്ലാം എന്താ ചെയ്യുക, അവർ തന്നെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിനൊക്കെ ഉള്ള ഒരു പ്രൊവിഷൻസ് ഷെഡ്യൂൾ 6 പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റാറ്റിക് പോർഷൻ്റെ ഭാഗമാണ്. ഓക്കെ, നമുക്ക് അപ്ഡേഷൻ മാത്രമാണ് ഈ ഡിസ്കഷനിൽ പറഞ്ഞു പോകുന്നത്. ദെൻ സ്യൂ ജനറീസ് മോഡൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു യുണീക്ക് മോഡലായിരിക്കും ലഡാക്കിൽ ഉണ്ടാകുക. ദെൻ നെക്സ്റ്റ് ന്യൂസ്, അതായത് ഇവിടെയും ഒരു കഥയുണ്ട്. നമുക്ക് 2025 പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു അറ്റാക്കായിരുന്നു. അവിടെ നിന്നുള്ള ടെററിസ്റ്റ് വന്ന് നമ്മുടെ പഹൽഗാം ഏരിയയിൽ ഒരു അറ്റാക്ക് നടത്തി. അപ്പോൾ ആ അറ്റാക്കിൽ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചതിനെ പ്രതികരിച്ച് എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനിടയിൽ ഒരു സംഭവം കൂടി ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡസ് റിവറിലെയും അതുപോലെ തന്നെ ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസിലെയും വെള്ളം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ട്രീറ്റി ആയിരുന്നു. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു ട്രീറ്റി ആയിരുന്നു. ആ ട്രീറ്റി അന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അത് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക്. അപ്പോൾ ഈ അടുത്ത് എന്ത് ചെയ്തു, പാകിസ്ഥാൻ പറഞ്ഞു ആ ട്രീറ്റി വീണ്ടും റീജുവിനേറ്റ് ചെയ്യണം, വീണ്ടും പഴയ അവസ്ഥയിലോട്ട് വരണം പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു പറ്റില്ല, കാരണം നിങ്ങൾ എന്നാണോ ടെററിസ്റ്റ് ആക്ടിവിറ്റി നിർത്തുന്നത് അന്ന് ഞങ്ങളുടെ ഈ സസ്പെൻഷൻ പിൻവലിക്കുക. ഓക്കെ, ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞ് ആ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ പഴയതുപോലെ ആക്കാം. അതായത് ഇന്ത്യ പറഞ്ഞു ദ വാട്ടർ ആൻഡ് ബ്ലഡ് കനോട്ട് ഫ്ലോ ടുഗദർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി? ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞാൽ 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എഗ്രി ചെയ്തേക്കുന്നതാണ്. ഇതിൽ ബ്രോക്കേഡ് ബൈ വേൾഡ് ബാങ്കാണ് ഇതിൻ്റെ ഇടയിൽ നിരുന്ന ആൾ. ദെൻ ഈ പറഞ്ഞ പോലെ ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസിലെ വെള്ളം എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പിക്ചർ നോക്കുക. ഇതാണ് ഇൻഡസ് റിവറും ഇൻഡസ് വാട്ടറിൻ്റെ ട്രിബ്യൂട്ടറീസും. ഇതിൽ ഇൻഡസ് ജലം ചെനാബിലെ ആദ്യത്തെ വെള്ളം യൂസ് ചെയ്യാനുള്ള അധികാരം പാകിസ്ഥാന് കൊടുത്തു.
അതായത് ഈ വെസ്റ്റേൺ റിവേഴ്സിന്റെ അധികാരം പാകിസ്ഥാൻ കൊടുത്തിട്ട് ബിയാസ്, സത്ലജ്, ഓക്കെ, ബിയാസ്, സത്ലജ് ആൻഡ് രവി, ബിയാസ്, സത്ലജ് ആൻഡ് രവി, ഈ റിവറിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ഇന്ത്യക്ക് കൊടുത്തു. ഇതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. നമ്മൾ പഹൽഗാം അറ്റാക്ക് ഒക്കെ വന്നപ്പോൾ നമ്മളിത് റെസ്ട്രിക്ട് ചെയ്തു, നമ്മളിങ്ങനെ ഇനി ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അത് റിന്യൂ ചെയ്യണം എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ന്യൂസ്. ആൻഡ് ഈ ഒരു ട്രീറ്റിനെ കുറിച്ചാണെങ്കിൽ ദിസ് ഇസ് ദ വൺ ഓഫ് ദ വേൾഡ് മോസ്റ്റ് സക്സസ്ഫുൾ ട്രാൻസ്ബൗണ്ടറി വാട്ടർ എഗ്രിമെന്റ് ആയിരുന്നു. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു എഗ്രിമെന്റ് ആക്ച്വലി സൈൻ ചെയ്തത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ഡിപ്ലോമസിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന വാട്ടർ ഡിപ്ലോമസി എന്തായിരുന്നു? മോശമായി കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ ദാറ്റ് പഹൽഗാം അറ്റാക്ക്. ഓക്കെ, ദെൻ നമുക്കൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ തരാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഇന്ത്യ ഈസ് മൂവിങ് ടുവേർഡ്സ് എ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ബാങ്ക്രപ്സി ഡ്യൂ ടു ദ ക്ലൈമറ്റ് ചേഞ്ച്, insufficient water management and increasing demand. Examine the major causes of water stress in India and suggest the measures to achieve long-term water security. ഇതൊരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 250 വാക്കിൽ എഴുതിയിട്ട് യു ക്യാൻ സെൻഡ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ടു ദിസ് മെയിൽ ഐ ഡി, അതായത് newspaper.civil360@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ, അതായത് നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്ത് വിത്തിൻ 24 hours ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിൻ്റെ ആണെങ്കിലും ഈ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ Civil 360 IASൻ്റെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു.